ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിൽ ഈ ചിക്കനിൽ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് കുക്കാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ. അധികം ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ സൈഡ് ഒന്ന് വേവട്ടെ. ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് ആ സമയം ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു. അരിപ്പൊടി ഇടിയപ്പത്തിനുള്ള പൊടിയോ പത്തിരിക്കുള്ള പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതേസമയം തന്നെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം വെള്ളം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. തിളച്ച വെള്ളം ഞാൻ കുറച്ച് വീതം പൊടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വീതം ഒഴിച്ചിട്ട് മാവൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇടിയപ്പത്തിനാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇടിയപ്പത്തിന് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അതിനുശേഷം കുറച്ച് വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കുറേ കൂടി പോകും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചും ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം മാവിപ്പോകരുത്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ കുഴച്ചതാണ് നമ്മൾ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇടിയപ്പമാക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെയാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. ഇത് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം പത്തിരിപ്പൊടി എന്നും പറഞ്ഞ് കടയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അതും ഉപയോഗിക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ്. കണ്ടോ, മാവ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഒരു പാമ്പ് പോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. എളുപ്പമാണ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആവി കയറ്റാം. ബാക്കി ഉണ്ടായ മാവ് കൂടി ഇതുപോലെ ഞാൻ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറിൻ്റെ അടപ്പിട്ടിട്ട് ഒരു 7 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഇത് വേവും. ആ സമയത്ത് നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ ലോ ഫ്ലെയിമിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അത് കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ആ സമയത്ത് 3 സവാള ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത സവാള നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ ആഡ് ചെയ്യാം. അതിൽ ആ ഓയിലിൽ മസാലയൊക്കെ ഉണ്ടാവും. മഞ്ഞളും മുളകും ഓയിലും എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം.
കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ സവാളയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റണം. പിന്നെ ഞാൻ 10-12 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അടുക്കളപ്പുറത്തുണ്ടായ പച്ചമുളകാണ്, എരിവുള്ള ടൈപ്പാണ്. ഞാൻ അധികം മുളക് പൊടി ഇടുന്നില്ല, ചിക്കനിലിട്ടിരുന്ന മുളക് പൊടി തന്നെ ഇടുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളകാണ് അധികം ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടിയാണ് വേണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ അധികം. 12 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഒരു തക്കാളിയും ചെറിയ പീസായി കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. പിന്നെ ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതും ഒരു ചെറിയൊരു പീസ് ഇഞ്ചീൻ്റെ പീസ് ചതച്ചെടുത്തത്. പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്തു. പിന്നെ ഒരു ക്യാപ്സിക്കം, അത് ചെറിയ പീസായി ഇതുപോലെ കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് സവാളയും ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ പിച്ചിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. കൈവച്ച് തന്നെ ഇങ്ങനെ പിച്ചെടുത്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. മിക്സിയിലിട്ടിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും ചിക്കൻ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, ചിക്കനിൽ ചേർത്ത മുളകും മഞ്ഞളുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചമുളക് അധികം ചേർക്കുന്നില്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. അടി പിടിക്കാത്ത രീതിയിൽ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കണം, എരിവ് നോക്കണം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇതിൽ സ്റ്റൗ ഓഫാക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന മാവ് വെന്തിട്ടുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ഉണ്ടാവുക. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. 8 മിനിറ്റ് നേരം ഞാൻ കുക്ക് ചെയ്തു. ഇനി കുക്ക് ചെയ്ത മാവ് സ്റ്റീമറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ മാറ്റണം. കൈ പൊള്ളാതെ തന്നെ ശ്രദ്ധിക്കുക. ഇനി ഈ കുക്ക് ചെയ്തിട്ടുള്ള മാവ് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ടാണ് വേണ്ടെങ്കിൽ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ചെറിയ മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇതേപോലെ മൊത്തം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ മസാല ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് പോവും. എന്നിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. എല്ലായിടും യോജിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.